കിരൺ നാരായണന്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള റിവോൾവർ റിംഗോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിലെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ലാലു അലക്സ്, അതേപോലെ വിജിലേഷ്, പിന്നെ ഒരു നാലംഗ സംഘവും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു കുട്ടിപ്പട്ടാളത്തിന്റെ സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേന്നും പറയുന്ന വരും. എന്നാൽ ഒരു വലിയ ആളുടെ ഒരു ലൈഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് ഒരു സിനിമ പോകുന്നത്. ഈ സിനിമ ഏകദേശം 2 മണിക്കൂറുണ്ട്. നമ്മുടെ ലാലു അലക്സിന്റെ ക്യാരക്ടർ ആണെങ്കിലും നമ്മുടെ വിഷ്ണുവിന്റെ ആണെങ്കിലും ഒക്കെ നല്ല രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലു അലക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് കോടീശ്വരനായിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതിന്റെ കുറച്ച് ഇളക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി തന്നെയാണ് വിഷ്ണു ആണെന്നുണ്ടെങ്കിൽ ആൽബം എടുത്ത് അതേപോലെ ഒരു ഡയറക്ടർ ആവണം എന്നുള്ള ആഗ്രഹത്തോടൊക്കെ പോകുന്ന ഒരു സിനിമയാണ്. അതിലൂടെ തന്നെ വേറൊരു സിനിമയുടെ ക്യാരക്ടർ വരുന്നതാണ്. അതായത് വേറൊരു സിനിമ ഇതിലോട്ട് വരുന്നുണ്ട്. അതായത് ഈ 4 സംഘ പിള്ളേരിലെ ഒരു കൊച്ചിന് അപ്പം മരിച്ചതിന്റെ എന്താ പറയാ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ, അപ്പം മരിച്ചതിന്റെ ശേഷം ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കൊച്ചുണ്ട്. അപ്പൊ ആ കൊച്ചിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇവരെല്ലാരും കൂടിയിട്ട് ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സിനിമ നടന്നത് മിന്നൽ മുരളി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോ ഇവന്റെ കൂട്ടുകാരൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇവനെ ഈ ഒരു ഡിപ്രഷനിൽ നിന്നും മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന സമയത്താണ് ഈ ഒരു സിനിമ ഇവർക്ക് എടുത്താലോ എന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പൊ ഇവർക്ക് അറിയാവുന്ന ആകെ ഉള്ള ഒരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ വിഷ്ണു എന്ന് പറയുന്ന നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. അപ്പൊ അവനോട് പറയുന്നു, അവര് തമ്മിലൊരു സിനിമ എടുക്കാൻ വേണ്ടി നോക്കുന്നു. ആ ഒരു സിനിമ എടുക്കാൻ വേണ്ടി പോകുമ്പോഴുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഫണ്ടിന്റെ പ്രശ്നങ്ങളും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതായത് പലിശ കാശ് എടുത്തിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് ഒരു സിനിമ 2 മണിക്കൂർ കാണാൻ പറ്റുന്ന ഒരു സിനിമ. പ്രത്യേകിച്ച് വലിയൊരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംഭവം ഒന്നുമില്ല. ഇത് പിള്ളേരുടെ മനസ്സിലുണ്ടാവുന്ന ഒരു ആഗ്രഹമില്ല, ഒരു സൂപ്പർ ഹീറോസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ എന്നുള്ള ഒരു രീതിയിൽ ആ രീതിയിൽ എടുത്തിട്ടുള്ള ഒരു കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല. കണ്ടിട്ടുള്ളവർ എന്തായാലും അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. എനിക്കും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു 1 ടൈം കാണാൻ പറ്റുന്ന ഒരു സിമ്പിൾ സിനിമ. കുറച്ച് അവരിവിടെയൊക്കെ ചെറിയൊരു ഇമോഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡി എന്ന് പറയാൻ മാത്രം പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും ഇടയ്ക്കിടത്ത് നിലയ്ക്ക് ഓരോ കോമഡി ഒക്കെ വരുന്നുണ്ട്. പിന്നെ വിഷ്ണുവിന്റേതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് സീനുകളൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ നായികയുടെ കാര്യം പറയണ്ട മക്കളെ. നായിക എന്ന് പറഞ്ഞാൽ ഹായ് ബായ് വന്നു കണ്ടു പോയി എന്ന് പറയുന്ന രീതിയിൽ മാത്രമാണ് നായകനെ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. നായികക്കൊന്നും വലിയ പ്രസക്തി ഒന്നുമില്ല. ഇവിടെ പ്രസക്തി എന്ന് പറയുന്നത് ആ 4 പിള്ളേരും വിഷ്ണുവിന്റെ കൂട്ടുകാരും ഉള്ള ഒരു ഇത് മാത്രമാണ് ഇതിൽ പ്രസക്തിയുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സിനിമ കാണണം എന്ന് ഞാൻ പറഞ്ഞില്ല. കണ്ടുകൊണ്ടുണ്ടെങ്കിൽ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. ഒരു 1 ടൈം വേണമെങ്കിൽ കാണാം. പിള്ളേർക്കൊക്കെ ചിലപ്പോൾ കണ്ടാൽ ഇഷ്ടപ്പെടും. അതായത് പിള്ളേർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ആഗ്രഹം സഫലീകരിക്കുക എന്ന് പറയുന്ന രീതിയിലൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ. ഇതില് വലിയ കാര്യങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല. വളരെ ഇപ്പോഴും പറയുന്നത് 2 മണിക്കൂർ വേണമെങ്കിൽ കാണാം. കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കണ്ടു കഴിഞ്ഞോട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് അറിയിക്കുക. അപ്പൊ അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.